Hello friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള ഇഞ്ചിമ്പുളിയാണ്. ഇഞ്ചിക്കറി അല്ലെങ്കിൽ പുളിഞ്ചി എന്നൊക്കെ പറയുന്ന സംഭവം തന്നെയാണ് ട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ഇഞ്ചിമ്പുളി എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടും വളരെ സിമ്പിൾ ആയിട്ടും വീട്ടിൽ ഉണ്ടാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇത് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളൊക്കെ കേടാവാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ ഓണത്തിന് മുമ്പേ നമുക്ക് ഇത് ഉണ്ടാക്കി വെക്കാവുന്നതാണ് ട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 100 ഗ്രാമോളം പുളി എടുത്തിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 2 കപ്പ് ചെറു ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചൂടുവെള്ളമൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് കുതിർന്ന് വരും. അപ്പോൾ അത് കുതിരാനായിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ശർക്കര ഉരുക്കിയെടുക്കണം. അപ്പോൾ ഒരു 250 ഗ്രാം ശർക്കര ഗ്രേറ്റ് ചെയ്തതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മധുരത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇപ്പോൾ ശർക്കര നന്നായി ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി അതവിടെ വെച്ചതിന് ശേഷം നമുക്ക് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പുളി നല്ലതുപോലെ കൈ വെച്ചൊന്ന് തിരുമ്മിയെടുക്കണം. അപ്പോൾ അതിൻ്റെ ആ പുളിയൊക്കെ നല്ലതുപോലെ വെള്ളത്തിലോട്ട് മിക്സായി വരണം. അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മിയെടുക്കുന്നത്. എന്നിട്ട് നന്നായി പിഴിഞ്ഞെടുക്കുക. അതിലത്തെ പൾപ്പൊക്കെ നന്നായിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കുന്നത്. ഇനി ആ പിഴിഞ്ഞെടുത്ത ആ പുളി മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഒരു ചീഞ്ചട്ടി എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി വരുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വന്നതിന് ശേഷം 1 കപ്പ് ഇഞ്ചി ചെറുതായി നുറുക്കിയത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. 150 ഗ്രാം ഇഞ്ചി ഉണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 പച്ചമുളക്, ഒരു 4 ചുവന്നുള്ളി ചേർക്കുന്നത് നിർബന്ധമില്ല, ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചുവന്നുള്ളി ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഇഞ്ചിമ്പുളി പുറത്ത് വെക്കാൻ പാടില്ല. അങ്ങനെ നമ്മളിതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇഞ്ചിയൊക്കെ നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പുളിവെള്ളം ഒന്ന് അരിച്ചൊഴിക്കാം. അരിച്ചൊഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ പൊടികൾ ഞാൻ ഇഞ്ചി വഴറ്റുന്നതിന് ശേഷം ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് സെപ്പറേറ്റ് പാനിലാക്കി ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികൾ നന്നായി മൂത്ത് വന്നതിന് ശേഷം നമ്മൾ തിളയ്ക്കാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്ന പുളിവെള്ളം ഒഴിച്ചിട്ടുള്ള മിക്സിലോട്ട് ഈ പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇഞ്ചിയൊക്കെ വഴന്നതിന് ശേഷം ഈ പൊടികൾ അതിൻ്റെ കൂടെ ഇട്ടിട്ട് മൂപ്പിച്ചെടുത്താലും മതി കേട്ടോ. ഞാനത് പെട്ടെന്ന് വിട്ടുപോയി, അതുകൊണ്ടാണ് സെപ്പറേറ്റ് നമ്മൾ ചൂടാക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിന് 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. പുളിവെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയം കുറച്ചൊന്ന് വറ്റി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ശർക്കര പാനി അരിച്ചൊഴിക്കാം. ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പോ അല്ലെങ്കിൽ മധുരമൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി തിളച്ച് കുറുകി വരണം. അപ്പോൾ ഒത്തിരി വെള്ളം കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ പുളിവെള്ളം ചേർത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കുറുകി വരും. പക്ഷേ ഒത്തിരി നമ്മൾ 2 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത് ആ വെള്ളത്തിൽ കിടന്ന് നന്നായി പുളി നന്നായി വെന്ത് വരാനാണ്. അങ്ങനെ വെന്ത് വന്നാൽ മാത്രമാണ് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഇഞ്ചിമ്പുളി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിമ്പുളി റെഡിയായി. ചെറിയൊരു കുറുകിയ പാകമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. കാരണം അത് തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ടിയായി കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിമ്പുളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.